വികാര കേന്ദ്രങ്ങൾ. ലൈംഗിക ബന്ധവേളയിൽ പൊതുവെ ആരും പരിഗണിക്കാറില്ലാത്ത ഒരിടമാണ് തല. മുടിയിഴകളിൽ സൗമ്യമായി തലോടുക. പങ്കാളിയുടെ ശിരസിനെ സ്നേഹത്തോടെ പുണരുക. സ്നേഹം പ്രകടിപ്പിക്കലിന്റെ പുതിയൊരു അനുഭവമായിരിക്കും അത്. തലയോട്ടിയിൽ നല്ലൊരു മസാജ് നൽകി നോക്കൂ. ഇണയിൽ ആഹ്ലാദ പുളകങ്ങൾ വിരിയും. സ്നേഹബന്ധങ്ങളിൽ ഇനി തലയോട്ടിയെ അവഗണിക്കാതിരിക്കുക. കവിളുകൾ ഏറെ പ്രാധാന്യമുള്ള മറ്റൊരു രതിമർമ്മമാണ്. പ്രത്യേകിച്ച് ചെവിക്കു താഴെ താടിയെല്ലിനോട് ചേർന്ന ഭാഗങ്ങൾ. കവിളിൽ കവിൾ ചേർത്തോ ചുണ്ടുകൾ ചേർത്തോ സ്നേഹത്തോടെ ചുംബിക്കുന്നതും ലോലമായി തലോടുന്നതും ഉത്തേജകമാണ്. ചുണ്ട് പ്രധാന രതിമർമ്മമാണെന്ന് അറിഞ്ഞിട്ടായാലും അല്ലെങ്കിലും ചുംബനത്തിലൂടെ ഏറ്റവും അധികം പരിഗണന ചുണ്ടിനു ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉത്തേജകമാണ് ചുണ്ടിന്മേലും മറ്റും നാവിന്റെ സ്പർശം. തീക്ഷ്ണമായ ലൈംഗികോത്തേജനം നൽകാൻ കഴിയുന്ന ഇടമാണ് ചെവികൾ. ചുണ്ടുകളും നാവും കൊണ്ട് ചെവിയിൽ ചുംബനങ്ങളേകുന്നതും ഉച്ഛ്വാസ വായുവിന്റെ ഊഷ്മളത ചെവികളിൽ ഏൽക്കുന്നതും വളരെയേറെ ഉത്തേജകമായിരിക്കും. കഴുത്തിലേൽക്കുന്ന ലോലമായ സ്പർശവും ചുംബനങ്ങളുമൊക്കെ ഉത്തേജകങ്ങളാണ്. പിൻകഴുത്തിലെ മൃദുവായ തലോടലുകൾ കൂടുതൽ ആഹ്ലാദകരമായിരിക്കും. പുരുഷ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗികോത്തേജന കേന്ദ്രങ്ങളിലൊന്ന് തീർച്ചയായും മുലക്കണ്ണ് തന്നെയാണ്. നനുത്ത സ്പർശനങ്ങൾ, ചുംബനങ്ങൾ വളരെ ശക്തമായ ഉത്തേജനമേകാൻ കഴിയുന്ന ഭാഗം. വളരെയധികം നാഡി അഗ്രങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് മുലക്കണ്ണ് ഇത്രയും ശക്തമായ രതിമർമ്മമായത്. ഏരിയോളയും അതിനോട് തൊട്ടുചേർന്ന ഭാഗങ്ങളും മികച്ച ഉത്തേജന സ്ഥാനങ്ങളാണ്. എങ്കിലും ഏറ്റവും പ്രധാനം മുലക്കണ്ണ് തന്നെ. മിക്കപ്പോഴും അവഗണിക്കപ്പെടുന്നതും എന്നാൽ ഏറെ പ്രാധാന്യമുള്ളതുമായ രതിമർമ്മമാണ് കക്ഷം. വിയർത്തൊഴുകാതെയും വൃത്തിയോടെയും കക്ഷം പരിപാലിക്കാൻ പുരുഷന്മാർ ശ്രദ്ധിക്കണം. ഇണയെ ഉത്തേജിപ്പിക്കാൻ പോകുന്ന ശക്തമായ പുരുഷഗന്ധം കക്ഷത്തിൽ നിന്നും പ്രസരിക്കുന്നു. പുരുഷന്റെ കക്ഷത്തിൽ നിന്നുള്ള ഗന്ധം ആസ്വദിക്കുന്നത് ആർത്തവ ദിനങ്ങളിൽ മാറ്റമുണ്ടാകാൻ മാത്രം സ്വാധീനം സ്ത്രീകളിൽ ചെലുത്തുമെന്ന് ചില കണ്ടെത്തലുണ്ട്. കക്ഷത്തിൽ സ്പർശിക്കുന്നതും ചുംബിക്കുന്നതും പുരുഷന് അങ്ങേയറ്റം ഉത്തേജകമായിരിക്കും. കക്ഷത്തോട് ചേർന്ന കൈയുടെ ഉൾഭാഗത്തും ഇത്തരത്തിൽ സ്പർശിക്കുകയും ചുംബിക്കുകയും ചെയ്ത് പുരുഷനെ ഉത്തേജിപ്പിക്കാം. തീർത്തും അവഗണിക്കപ്പെടുന്ന ശരീരഭാഗമാണ് പുറം. സാധാരണ വേളകളിൽ പുറത്ത് സ്പർശിക്കുന്നത് കാര്യമായ സംവേദനങ്ങൾ ഉണർത്തണമെന്നില്ല. എന്നാൽ ലൈംഗിക പൂർവ്വ ലീലകളുടെ ഭാഗമായി പുറത്ത് സ്പർശിക്കുന്നതും തലോടുന്നതും പുരുഷനെ വളരെയധികം ഉത്തേജിപ്പിക്കും. പ്രത്യേകിച്ച് നട്ടെല്ലിനു മീതെ കൂടിയുള്ള നേർത്ത തലോടലുകൾ. ലൈംഗിക ബന്ധവേളയിൽ ഏറെ ഉത്തേജിപ്പിക്കപ്പെടുന്ന ശരീരഭാഗങ്ങളിലൊന്നാണ് നാഭി പ്രദേശം. ലോലമായ നാഭിസ്പർശങ്ങൾ പുരുഷന്മാർക്കും ഉത്തേജകമാണ്. എങ്കിലും സ്ത്രീകളിലാണ് നാഭിസ്പർശം കൂടുതൽ ശക്തിയുള്ള രതിമർമ്മമായിരിക്കുന്നത്. വയറിന്റെ വശങ്ങൾ, നെഞ്ചിന്റെ വശങ്ങൾ, കക്ഷത്തിനു താഴേക്കുള്ള ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും അവഗണിക്കപ്പെടുന്ന മികച്ച ലൈംഗികോത്തേജക സ്ഥാനങ്ങളാണ്. ഇവിടങ്ങളിലെ ലോലമായ തലോടലുകൾ പുരുഷന് ഹർഷപുളകമേകും. ശക്തമായ ലൈംഗികോത്തേജനമേകുന്ന ഭാഗമാണ് അരക്കെട്ട്. പ്രത്യേകിച്ച് രതിശൈലം അഥവാ ലൈംഗികാവയവങ്ങൾക്കു മേൽഭാഗത്തായി ഗുഹ്യരോമങ്ങൾ നിൽക്കുന്ന ഇടം. അവിടെ മൃദുവായ തലോടലുകൾ നൽകുന്നത് ഉത്തേജകമാണ്. ലൈംഗിക ബന്ധവേളയിൽ ഇവിടെ തലോടുന്നത് ശക്തമായ രതിമൂർച്ചയിലേക്കു നയിക്കാൻ സഹായിക്കും. ലിംഗവും വൃഷ്ണവും ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗികാവയവങ്ങളെന്ന പോലെ തന്നെ ഏറ്റവും നല്ല രതിമർമ്മങ്ങളുമാണ് ലിംഗവും വൃഷ്ണവും. വൃഷ്ണസഞ്ചിയിലും ലിംഗത്തിലും മൃദുവായി സ്പർശിക്കുന്നത് പുരുഷന് വളരെയധികം ഉത്തേജനമേകും. പലപ്പോഴും ഒട്ടും പരിഗണിക്കപ്പെടാതെ പോകുന്നവയാണ് വൃഷ്ണസഞ്ചിയും ലിംഗവും. ലിംഗത്തിൽ ഏറ്റവും അധികം ഉത്തേജകമായത് ശിശ്നത്തിലും അഗ്രചർമ്മത്തിലുമേകുന്ന അതിലോലമായ നനുത്ത സ്പർശനമായിരിക്കും. ശരിയായ ഉത്തേജനത്തിലേക്കും ഉദ്ധാരണത്തിലേക്കും എത്തിക്കാൻ സഹായിക്കുകയും പൂർവ്വലീലകളെ തികച്ചും തമാശ നിറഞ്ഞതാക്കുകയും ചെയ്യും ഇത്തരം സ്പർശനങ്ങളും തലോടലുകളും. നിതംബങ്ങളിലും അകം തുടകളിലും സ്പർശ ചുംബനങ്ങളേകുന്നത് വളരെ ഉത്തേജകമാണ്. കാൽമുട്ടിന്റെ അകവശം വളരെയധികം നാഡികൾ നിറഞ്ഞ മികച്ച രതിമർമ്മമാണ്. കണങ്കാലുകൾ, കാൽപാദം എന്നിവിടങ്ങളിൽ തലോടുന്നതും ഉത്തേജകമാണ്. കാൽപാദത്തിന് പൊതുവെ സംവേദന ശക്തി കൂടുതലുണ്ട്. ഉപ്പൂറ്റി, പെരുവിരൽ, പ്രത്യേകിച്ച് പെരുവിരൽ നഖം വളർന്നെത്തി നിൽക്കുന്ന വിരലഗ്രം എന്നിവിടങ്ങളിൽ മൃദുവായ ദന്തക്ഷതങ്ങളേൽപ്പിക്കുന്നത് തികച്ചും ഉത്തേജകമായ നവ്യാനുഭവമായിരിക്കും പുരുഷന്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.